അന്ന് ആ സ്ഥലത്തിൻ്റെ പേര് കുറുക്കൻ കുന്ന് എന്നായിരുന്നു. അഭ്യുന്നതനായ ആ തിരുമേനി അവിടെ ഉയർന്നു വരുന്ന ഒരു കെട്ടിട സമുച്ചയത്തെ നോക്കി കണ്ണുനീരൊഴുക്കുകയാണ്. ഇടയ്ക്ക് വിതുമ്പൽ പോലെ ഗതകാല സ്മൃതികൾ അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ ചില വചനശകലങ്ങൾ ആ നാവിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി. റീത്തുമെത്രാൻ ചെണ്ട കൊട്ടി ചിരട്ടയുമായി തിണ്ടും എന്ന് പറഞ്ഞിടത്ത് കർത്താവെ ഇത്രമാത്രം അനുഗ്രഹിച്ചുവല്ലോ. ഇത് കേട്ടുകൊണ്ട് ഒരു കൊച്ചു സെമിനാരിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മാർ യൂനസ് തിരുമേനി അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും ഈ സഭയെ പടുത്തുയർത്തുവാൻ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള വേദനകളും കഠിനാധ്വാനവും ഒക്കെ മിന്നിമറയുകയായിരുന്നു. കാലത്തിൻ്റെ കാവ്യനിധി എന്നോണം ആ കെട്ടിട സമുച്ചയം പൂർത്തീകരിക്കപ്പെട്ടു. കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു സുറിയാനി പ്രൊഫസറായി അന്നത്തെ ആ കൊച്ചു ബാലൻ അവരോധിതനായി. അദ്ദേഹമാണ് ശ്രേഷ്ഠനായ സാമുവൽ മണ്ണിൽ റമ്പാച്ചൻ. ആ തിരുമേനി അഭിയന്യ മാർ യൂനസ് പിതാവായിരുന്നു. ഭാരത ന്യൂമാൻ എന്നറിയപ്പെടുന്ന പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി. ആ കലാലയം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ലോകചരിത്രത്തിലേക്ക് കടന്നുവന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരു കലാലയമായിട്ട് മാറി. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു എന്നുള്ളതിൻ്റെ വേദവചനത്തിന് അടിവരയിട്ടുകൊണ്ട് ആ പ്രസ്ഥാനം വലിയ ഒരു പ്രസ്ഥാനമായി മാറി. മാർ യൂനസ് കോളേജ് എന്ന വിശ്രുത സ്ഥാപനമായിട്ട് മാറി. പ്രഭാഷകൻ 45:4 പറയുന്നു, വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെ ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. അഭിവന്ദ്യനായ സാമുവൽ മണ്ണിൽ റമ്പാച്ചനെ പറ്റി ഓർക്കുമ്പോൾ ഇത് മാത്രമേ പറയാനായിട്ടുള്ളൂ. വിശ്വസ്തനായിരുന്നു അദ്ദേഹം, സൗമ്യനായിരുന്നു, വിശുദ്ധിയുടെ വൈദികനായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള ഉളനാട് ഗ്രാമത്തിൽ 1927 ഏപ്രിൽ 9 അദ്ദേഹത്തിൻ്റെ ജനനം. മണ്ണിൽ വടക്കേതിൽ ഗീവർഗീസ് ഉമ്മനും ഏലിയാമ്മയ്ക്കും ദൈവം ദാനമായി നൽകിയ 8 മക്കളിൽ 6ാമനായാണ് അദ്ദേഹം ജനിച്ചത്. ഉളനാട് സെയിൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് മാതാപിതാക്കൾ ഗീവർഗീസ് സാമുവൽ എന്ന് അദ്ദേഹത്തിന് പേര് നൽകി. അങ്ങനെ മാമോദിസ സ്വീകരിച്ച പൈതൽ ദൈവത്തിലുള്ള ആഭിമുഖ്യത്തിലും ദൈവസ്നേഹത്തിലും കുടുംബത്തിൽ നിന്ന് ലഭിച്ച ദൈവഭക്തിയിലും ആഴമായ ബോധ്യങ്ങളോടുകൂടി വളർന്ന് വന്നു. നാലാഞ്ചിറ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന പിതാവിനെ കാണുവാനായിട്ട് മൂത്ത സഹോദരനായ MD തോമസിൻ്റെ ഒപ്പമാണ് ആ കൊച്ചു ബാലന് എത്തിയത്. നരച്ച താടിയും ജ്വലിക്കുന്ന കണ്ണുകളും ആജ്ഞാശക്തിയും എല്ലാം അവനെ ഏറെ ആകർഷിച്ചു. പിതാവ് സ്നേഹത്തോടെ ബാലനെ അരികിൽ വിളിച്ച് കുറേയേറെ സംസാരിച്ചു. കുറേ കഴിയുമ്പോൾ പിതാവിന് അവൻ്റെ ജീവിത നിയോഗത്തെപ്പറ്റി ദൈവം നൽകിയ വെളിപാടനുസരിച്ച് കാലം പിന്നിട്ടപ്പോൾ മാർ യൂനസ് പിതാവ് സ്വന്തം കൈപ്പടയിൽ ഈ ബാലന് എഴുതി സെമിനാരിയിലേക്ക് ചേരാനായി വരിക. അങ്ങനെ 1944 ജൂൺ 20 സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ അദ്ദേഹം ചേർന്നു. മൈനർ സെമിനാരിയിൽ പിതാവിൻ്റെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം. കയ്യക്ഷരം വളരെ നല്ലതായിരുന്നതിനാൽ പിതാവ് തനിക്ക് ചെയ്യാനുള്ള അനേകം കാര്യങ്ങൾ അദ്ദേഹത്തെ എഴുത്തുകുത്തുക നടത്തുവാൻ ഏൽപ്പിച്ചിരുന്നു. രാവേറെ ചെല്ലുവോളം പിതാവിൻ്റെ ഒപ്പം ആയിരിക്കാനും വളരെ പ്രഭാതത്തിൽ തന്നെ ഉണർന്നെഴുന്നേറ്റ് കുർബാനയ്ക്ക് ഒരുക്കി വെക്കുവാനും ഒക്കെ ഈ ബാലൻ അതീവ ശ്രദ്ധ പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പഠനം പിന്നീട് വളർച്ച പ്രാപിച്ചത് 1948
തിരുച്ചിനാപ്പള്ളി സെയിൻറ്റ് പോൾസ് മേജർ സെമിനാരിയിലേക്ക് ചേർന്നുകൊണ്ടാണ്. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. പഠനത്തിലും പ്രാർത്ഥനയിലും എല്ലാവർക്കും മാതൃകയായിരുന്ന ഈ ശ്രേഷ്ഠ സെമിനാരിക്കാരൻ 1954 നവംബർ 30 തിരുച്ചിനാപ്പള്ളി സെയിൻറ്റ് പോൾസ് സെമിനാരിയുടെ ചാപ്പലിൽ വെച്ച് തൂത്തിക്കോണം രൂപതാ മെത്രാൻ തോമസ് ഫെർണാണ്ടോ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുകയും തുടർന്ന് മാതൃദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. വൈദികനാകാനുള്ള ആഗ്രഹവുമായി പടികയറിയ സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ നിയമനം. 1955 മുതൽ 1960 വരെ മൈനർ സെമിനാരി വൈസ് റക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അസാധാരണമായ വിധത്തിൽ ആധ്യാത്മിക തലത്തിലും അക്കാദമി തലത്തിലും ശ്രദ്ധേയനായിരുന്ന അദ്ദേഹത്തെ ഉന്നത പഠനത്തിനായിട്ട് അഭ്യുന്നതനായ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത അയക്കുകയും 1960 ബെയ്റൂട്ടിലും തുടർന്ന് റോമിലുമായി അദ്ദേഹം പഠനം പൂർത്തിയാക്കി 1962 തിരികെ എത്തി മൈനർ സെമിനാരിയുടെ റക്ടറായി അവരോധിതനാകുകയും ചെയ്തു. കാഞ്ഞിരംപാറ, അഞ്ചാമട മിഷൻ, കാവടിത്തല, അഞ്ചൽ, ഏരൂർ, ആയൂർ, കുളത്തൂപ്പുഴ, മണ്ണൂർ, നിലമേൽ, കരവാളൂർ, പുനലൂർ, വിളക്കുവട്ടം, നരിക്കൽ, ചെമ്പുമല, പോങ്ങുമൂട്, പുലിയനാർകോട്ട, മുയനാംകുളം, ചാന്നാങ്കര, കീരിക്കുഴി, കഴക്കൂട്ടം, പനച്ചിമൂട്, പാറശാല, പാളയം, ബാലരാമപുരം, എരുത്താവൂർ, പ്രാവച്ചമ്പലം, കണ്ണങ്കോട്, പാപ്പനങ്കോട്, കുറവങ്കോണം, പേരൂർക്കട, കരകുളം, പത്തനംതിട്ട, തോട്ടുപുറം, കാട്ടൂർ തുടങ്ങിയ ഇടവുകളിൽ സ്തുത്യർഹമായ സേവനമാണ് പ്രിയപ്പെട്ട അച്ഛൻ അനുഷ്ഠിച്ചത്. അറിയപ്പെടുന്ന സുറിയാനി ഭാഷാ പണ്ഡിതൻ ആയിരുന്ന അദ്ദേഹത്തെ 1964 മുതൽ 1984 വരെ മാറിയോനസ് കോളേജിൻ്റെ സുറിയാനി വിഭാഗത്തിൽ അധ്യാപകനായിട്ടും തുടർന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയും സേവനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ആ സമയത്ത് അദ്ദേഹം പല ഉത്തരവാദിത്വങ്ങളും വഹിച്ചിരുന്നു. ഒന്നിലേറെ തവണ കേരള സർവകലാശാലയുടെയും മഹാത്മാഗാന്ധിജി സർവകലാശാലയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓഫ് സിറിയക്കിൻ്റെ ചെയർമാനായും കേരള അക്കാഡമിക് കൗൺസിൽ മെമ്പറായിട്ടും സേവനം ചെയ്തു. അതിരൂപത കൗൺസിൽ മെമ്പറായും സെക്രട്ടറിയായും അതിരൂപതയുടെ ലിറ്റർജിക്കൽ കമ്മിറ്റിയുടെയും വിവാഹ ട്രൈബ്യൂണലിൻ്റെയും അംഗമായും അച്ഛൻ പ്രവർത്തിച്ചിരുന്നു. 1971 മുതൽ 1982 വരെ സെയിൻറ്റ് തോമസ് ഹോസ്റ്റലിൻ്റെ വാർഡനായി സേവനമനുഷ്ഠിച്ചു. പഠനകാര്യത്തിലും പാഠ്യേതര വിഷയത്തിലും സ്വഭാവ രൂപീകരണത്തിലും വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. അങ്ങനെ എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു ശ്രേഷ്ഠ വൈദികനായി അദ്ദേഹം വിരാജിച്ചു. ഇടംകൈ ചെയ്യുന്നത് വലംകൈ അറിയരുത് എന്നുള്ള സ്വഭാവ സവിശേഷതയുടെ പ്രത്യേകത ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അനേകം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെയും അദ്ദേഹം കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. 1996 മുതൽ 2000 വരെ അദ്ദേഹം തിരുവനന്തപുരം സെയിൻറ്റ് മേരീസ് മലങ്കര മേയർ സെമിനാരിയുടെ റെസിഡൻറ്റ് പ്രൊഫസറായിട്ടും 2008 മുതൽ സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ ആധ്യാത്മിക പിതാവായിട്ടും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. 1954 വൈദികനായ അഭിഷിക്തനായ കാലം മുതൽ സഭയുടെ വിവിധ മഠങ്ങളിലെ ചാപ്ലൈനായിട്ടും കുമ്പസാരക്കാരനായിട്ടും സന്യാസിനിയുടെ ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചിരുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമായിട്ടും ഒക്കെയും പ്രിയപ്പെട്ട അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ നൽകിയിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട് സഭ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി 2004 മെയ് 12 ജന്മനാടായ ഉളനാട്ടിൽ വെച്ച് ആഘോഷപൂർവ്വം നടത്തപ്പെടുകയും ചെയ്തു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ മലങ്കര മെട്രാപ്പൊലിക്കൻ വ്യക്തിഗത സഭയെ 2005 ഫെബ്രുവരി 10 പേട്രിയാർക്കൽ സഭയ്ക്ക് തുല്യമായ മേജർ ആർക്കി എപ്പിസ്കോപ്പസ് സഭയായി ഉയർത്തി. ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസായി അഭ്യുന്നതനായ സിറിൽ മാർ ബസേലിയസ് പിതാവ് നിയമിതനായി. 2007 ജനുവരി 18 അഭ്യുന്നത സിറിൽ പിതാവ് കാലം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് സഭയിലെ ഏതാനും വൈദികരെ റമ്പാന്മാരായും കോറപ്പിസ്കോപ്പമാരായും ഉയർത്തി. അന്ന് വന്യ സാമുവൽ മണ്ണി റമ്പാച്ചനും റമ്പാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അച്ഛൻ്റെ പാണ്ഡിത്യത്തിനും ജീവിത സമർപ്പണത്തിനും സഭ നൽകിയ ആദരവായിരുന്നു അത്. 2018 ഫെബ്രുവരി 15 റമ്പാച്ചനെ
വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് പിരപ്പങ്കോട് സെയിൻറ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂർണ്ണമായ ബോധാവസ്ഥയിൽ പ്രാർത്ഥനകൾ ചൊല്ലി തൈലാഭിഷേകം അദ്ദേഹം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം അന്നത്തെ സഹായമെത്രാനായിരുന്ന തിരുവനന്തപുരത്തിൻ്റെ സഹായമെത്രാൻ അഭ്യന്തനായ സാമുവൽ മാർ റൈനോസ് പിതാവ് എത്തി അദ്ദേഹത്തിന് തൈലാഭിഷേകം 2018 ഫെബ്രുവരി 20 നൽകുകയും ചെയ്തു. തുടർന്ന് ഏറെ പ്രാർത്ഥനയോടെ കഴിഞ്ഞ അദ്ദേഹം 2018 മാർച്ച് 2 ദൈവസന്നിധിയിലേക്ക് കരയേറ്റപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോൻമാർ ബെസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഉളനാട് സെയിൻറ് ജോൺസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ റമ്പാച്ചനെ സംസ്കരിച്ചു. അഭിവന്യ മാറേനസ് പിതാവിൻ്റെ പദാനുഗതിയായി ജീവിച്ച അദ്ദേഹം ജീവിതയാത്രയിൽ ഉടനീളം തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം പുലർത്തുകയും അനേകർക്ക് വൈദിക ജീവിതത്തിൻ്റെ ധന്യതയെ പകർന്നു കൊടുക്കുകയും ചെയ്ത വൈദികനാണ്. ടു ഡു ഗുഡ് ടു അതേഴ്സ്, യു ബി ഗുഡ് ആൻഡ് മേക്ക് അതേഴ്സ് ഗുഡ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി നമ്മൾ നന്മയുള്ളവരാകുകയും മറ്റുള്ളവരെ നന്മയുള്ളവരാക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട ഈ പിതാവ് പന്ന്യ സാമുവൽ മണ്ണിൽ റമ്പാച്ചൻ നമുക്ക് നൽകിയ പ്രകാശം ജീവിതയാത്രയിൽ എന്നും കെടാതെ കാത്തു സൂക്ഷിപ്പാൻ, അദ്ദേഹത്തിൻ്റെ ധന്യമായ മാതൃകയെ പിൻചെല്ലുവാൻ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കുറവുകളെയും തെറ്റുകുറ്റങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു നിമിത്തമായി ഇത് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. MG തോമസ്, രണ്ടാമൻ MG സ്കറിയ, മൂന്നാമൻ MG പാപ്പി, നാലാമൻ MG ഡാനിയൽ, അഞ്ചാമൻ MG ജോർജ്, ആറാമൻ അച്ഛന്, ഏഴാമൻ ഒരു സൺഡേ ആയിരുന്നു. സൺഡേയിൽ അച്ഛന് ഒന്ന് വീണമെന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ ഫോൺ വന്നു. അപ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് കുഴപ്പമില്ല, എനിക്കൊരു ക്ഷീണം പോകണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ അന്ന് ഞങ്ങളോട് നല്ലതായിട്ടൊക്കെ സംസാരിച്ചു. കുറച്ച് നേരമൊക്കെ നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോൾ വേണ്ട, അപ്പോൾ ഡോക്ടറെ പിന്നെ വിളിച്ചു. അവിടെ തന്നെ ഡോക്ടർ വന്ന് നോക്കി. പെട്ടെന്നാണ് പിന്നെ എണീക്കാൻ വയ്യാത്ത ഒരവസ്ഥ നമുക്ക് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ അവിടെ ഹോസ്പിറ്റലിലോട്ടാണ്, പെരപ്പൻകോട് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ അഡ്മിറ്റാക്കി. പിന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളം അവിടെ കിടന്നു. ലാസ്റ്റിൽ എനിക്ക് കുർബാന വേണമെന്ന് പറഞ്ഞു. അതുമെല്ലാം വിളിച്ച് അന്തിമദാശ നടത്തി. അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ ഫാമിലിപ്പെട്ട എല്ലാവരെയും വിളിച്ചു. അച്ഛൻ തന്നെ എല്ലാവരെയും വിളിച്ച് ഫോൺ ചെയ്ത് എല്ലാവർക്കും ഫോൺ ചെയ്തു. ഞാൻ പോകാൻ സമയമായി, എന്നെ കൊണ്ടുപോകാൻ മാലാഖ വരുന്നു എന്നും പറഞ്ഞൊക്കെ ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്നെ ഫോൺ ചെയ്ത് എല്ലാവരെയും അറിയിച്ചു. അതുപ്രകാരം എല്ലാവരും വരികയും ചെയ്തു. വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിക്കുകയും ചെയ്തു.